ഒന്നാമത്തെ ചോദ്യം, 2025 മാർച്ച് 24 മുതൽ 3 വർഷത്തേക്ക് കാനറ ബാങ്കിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നിയമിതനായത് ആരാണ്? 2025 മാർച്ച് 24 മുതൽ 3 വർഷത്തേക്ക് കാനറ ബാങ്കിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നിയമിതനായത് SK മജൂംദാറാണ്. 56 വയസ്സുകാരനായ മജൂംദാർ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും കോസ്റ്റ് അക്കൗണ്ടൻറ്റുമാണ്. ബാങ്കിങ് മേഖലയിൽ അദ്ദേഹത്തിന് 25 വർഷത്തിലധികം പരിചയവുമുണ്ട്. അപ്പോൾ 2025 മാർച്ച് 24 മുതൽ 3 വർഷത്തേക്ക് കാനറ ബാങ്കിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നിയമിതനായത് SK മജൂംദാറാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ നാനോ ഇലക്ട്രോണിക്സ് റോഡ് ഷോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ നാനോ ഇലക്ട്രോണിക്സ് റോഡ് ഷോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് IISc ബംഗളൂരു. IISc ബംഗളൂരു. അടുത്ത ചോദ്യം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായിട്ട് അടുത്തിടെ നിയമിതനായതാരാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായിട്ട് അടുത്തിടെ നിയമിതനായത് നിധി തിവാരിയാണ്. ഇന്ത്യൻ വിദേശകാര്യ സർവീസ് ഉദ്യോഗസ്ഥയായ നിധി തിവാരി 2025 മാർച്ച് 29 മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായിട്ട് നിയമിതയായി. അടുത്ത ചോദ്യം, പഞ്ചാബിൽ 10 കോടി ബജറ്റിൽ ഏത് പ്രദേശമാണ് ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായി വികസിപ്പിക്കുന്നത്? പഞ്ചാബിൽ 10 കോടി ബജറ്റിൽ ഏത് പ്രദേശമാണ് ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായി വികസിപ്പിക്കുന്നത്? നങ്കൽ എന്നാണ്. നങ്കൽ. അടുത്ത ചോദ്യം, 2025 മാർച്ചിൽ നടന്ന പോഷകാഹാര വളർച്ചാ പരിപാടിയിൽ യുനെസ്കോ പുറത്തിറക്കിയ റിപ്പോർട്ടിൻ്റെ പേര് എന്താണ്? 2025 മാർച്ചിൽ നടന്ന പോഷകാഹാര വളർച്ചാ പരിപാടിയിൽ യുനെസ്കോ പുറത്തിറക്കിയ റിപ്പോർട്ടിൻ്റെ പേരാണ് വളർച്ചയ്ക്കുള്ള പോഷകാഹാരം ഒരു ആഗോള വീക്ഷണം. വളർച്ചയ്ക്കുള്ള പോഷകാഹാരം ഒരു ആഗോള വീക്ഷണം. അടുത്ത ചോദ്യം, 2025 ഏപ്രിൽ 3 മുതൽ 4 വരെ 6ാമത്തെ ബിംസ്റ്റെക് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏത് രാജ്യത്തേക്കാണ് പോകുന്നത്? 2025 ഏപ്രിൽ 3 മുതൽ 4 വരെ 6ാമത്തെ ബിംസ്റ്റെക് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തായ്ലൻഡിലേക്കാണ് പോകുന്നത്. അടുത്ത ചോദ്യം, 2025 കടമ്മനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? 2025 കടമ്മനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ എം ലീലാവതിക്കാണ്. പുരസ്കാരത്തിൽ 55,555 രൂപയാണ് ക്യാഷ് പ്രൈസ്. അതേപോലെ കലാകാരൻ ഭട്ടതിരി രൂപകൽപ്പന ചെയ്ത ഫലകം, അതേപോലെ പിന്നെ പ്രശസ്തി പത്രം എന്നിവയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത ചോദ്യം, 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത സോവിയറ്റ് ചെസ് ഇതിഹാസം. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത സോവിയറ്റ് ചെസ് ഇതിഹാസം ആരാണ്? ബോറിസ് സ്പാക്യാണ്. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത സോവിയറ്റ് ചെസ് ഇതിഹാസം ബോറിസ് സ്പാസ്ക്യാണ്. അടുത്ത ചോദ്യം, ഉത്തരാഖണ്ഡിൽ നടന്ന ഹിമപാതത്തെ തുടർന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന കരസേനയിലെ സംഘം ഏതാണ്? ഉത്തരാഖണ്ഡിൽ നടന്ന ഹിമപാതത്തെ തുടർന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന കരസേനയിലെ സംഘമാണ് ഐബക്സ് ബ്രിഗേഡ്. ഐബക്സ് ബ്രിഗേഡ്.